students, welcome back to online classes. I hope all of you are well prepared in our last chapter, triangle. What we have learned in our chapter, we learned some criteria for congruence of triangle. We learned 5 criteria. First one, SAS congruence rule, ASA congruence rule, AAS congruence rule, SSS congruence rule, and RHS congruence rule. ഓക്കെ, ഈ 5 റൂളുകളും വ്യക്തമായിട്ട് അറിയാമല്ലോ. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്തു. പിന്നെ നമ്മളെന്താ പഠിച്ചത്? സം മോർ പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ലാർജറിൻ്റെ ഒക്കെ വെച്ച്. സിമ്പിളാണ്. ലാർജ് സൈഡ് ഏതാണോ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ലാർജ് ആയിരിക്കും. ലാർജ് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ലാർജ് ആയിരിക്കും എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ സൈഡിൻ്റെ വെച്ച് രണ്ട് സൈഡിൻ്റെ സമ്മ് തേർഡ് സൈഡിനേക്കാൾ വലുതായിരിക്കുന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ? ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ 4 സെക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് സെക്ഷനായിരുന്നു നമ്മുടെ ഇൻഇക്വാളിറ്റീസ്. സോ ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കാം. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ്. നമ്മുടെ അടുത്ത ചാപ്റ്റർ ക്വാഡ്രിലാറ്ററലാണ്. ഈ ചാപ്റ്ററിൻ്റെ ബേസ് വെച്ചാണ് ക്വാഡ്രിലാറ്ററൽ പോകുന്നത്. സോ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിലെ കോൺഗ്രുവൻസിൻ്റെ ക്രൈറ്റീരിയാസ്, ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻഇക്വാലിറ്റീസ് ഇൻ എ ട്രയാങ്കിൾ, എല്ലാ സെക്ഷനുകളും എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ ചെയ്ത് നോക്കുക. ഈ സെക്ഷൻസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അടുത്ത ചാപ്റ്ററുകളെല്ലാം വളരെ യൂസ്ഫുള്ളായി. കാരണം കോൺഗ്രുവൻസ് ആണ് എല്ലാത്തിൻ്റെയും ബേസ്. സോ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കാം. Okay, we can move on to our problem section. So, first question, prove that triangle ABC is an isosceles triangle if the altitude AD bisects BC. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ മോഡൽ പലതും ചെയ്ത് പോയിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് ABC isosceles എന്നാണ്. ABC isosceles means you want to prove that AB equal to AC or AB equal to BC or AC equal to BC, anything. ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? തന്നിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെൻ്റ് ആണ് ആൾട്ടിറ്റ്യൂഡ്. സോ നമുക്ക് പ്രൂവ് ചെയ്യാം ഐസോസെലസ് ആണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. സോ കൺസിഡർ ട്രയാങ്കിൾ ADB at triangle ADC. We have AD equal to AD common. Next, BD equal to CD. Given that AD bisects BC, therefore BD equal to CD. Given the mother reason. Given. Third one, angle ADB equal to angle ADC. Both are 90 degree. So this side, this angle and this side. So by SAS congruence rule, both triangles are congruent. Therefore triangle ADB congruent to triangle ADC. SAS congruence rule. നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. സോ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. സോ these two triangles are congruent, therefore their corresponding parts are equal. Now AB equal to AC. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്ടായി AB-യും AC-യും ഈക്വൽ ആയിരിക്കും. സോ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore triangle ABC is
Isosceles. Okay, simple question. So next question. In the figure, O is the center of the circle and AB is any diameter. If AC is any chord, if AC is any chord, show that angle A equal to half angle COB. ഫിഗർ സർക്കിൾ ആയതുകൊണ്ട് സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് കോൺഫിഡൻസിൻ്റെ ഒക്കെ റൂളും നമ്മൾ പഠിച്ച റൂളുകളൊക്കെ എവിടെ വേണമെങ്കിലും ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഡെഫിനേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സർക്കിൾ എന്താണെന്ന് അറിയാം, ഡയമീറ്റർ അറിയാമല്ലോ, കോഡൊക്കെ ഡെഫിനേഷൻ. വാട്ട് യു മീൻ ബൈ കോഡ്? Chord means the line segment connecting any 2 points of a circle. That means this is a circle and the diameter AB. The diameter is the longest chord and AC is any chord. ഞാൻ ഇത്രയും വരച്ചു കഴിഞ്ഞു. പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ A ഈക്വൽ ടു ഹാഫ് ആംഗിൾ COB. COB എന്ന് പറയണം അല്ലേ? അപ്പോൾ സിയും ബിയും കണക്ട് ചെയ്തൊരു ആംഗിൾ ഉണ്ട് COB. ഞാൻ ഈ സെൻട്രലായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒരു ഡോട്ടർ ലൈൻ കൊടുക്കുകയാണ്. COB, ഈ ആംഗിളാണ് COB. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ദിസ് ആംഗിൾ A ഈക്വൽ ടു ഹാഫ് ഓഫ് ദിസ് ആംഗിൾ. നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് എ സർക്കിൾ. സോ ദിസ് ഈസ് എ സർക്കിൾ. Therefore, OA equal to OC. What is the reason? OA and OC are the radius of the same circle. ഒരു സർക്കിളിൻ്റെ എത്ര റേഡിയസ് ഉണ്ടായാലും എല്ലാം സെയിം ആയിരിക്കും. സോ റീസൺ റേഡിയ ദ പ്ലൂറൽ ഓഫ് റേഡിയസ്, റേഡിയ ഓഫ് സെയിം സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ്. In this triangle OAC, this triangle തന്നെ OA ഈക്വൽ ടു OC ആണ്. OA ഈക്വൽ ടു OC എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളുകളും ഈക്വൽ ആണ് അല്ലേ? സോ OAക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ആംഗിൾ OCA, which is equal to OCക്ക് ഓപ്പോസിറ്റ് സൈഡാണ് ആംഗിൾ OAC. ആംഗിൾ opposite equal, sides are equal. Okay, so ഇവിടെ നിന്നാണ് കണ്ടീഷൻ കിട്ടിയത്. OAC എന്നുള്ള ട്രയാങ്കിളിൽ OA ഈക്വൽ ടു OC ആണ് സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട്. therefore ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയി. ഇനി നമുക്ക് ഈ ആംഗിളും എയും ഇതൊക്കെ ഇതിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ COB നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ട്രയാങ്കിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ COB എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ആംഗിൾ COB ഇസ് ദ സം ഓഫ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA അല്ലേ? ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മാണ് ആംഗിൾ COB വരുന്നത്. ഇതൊരു ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരുന്നാൽ ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. നമുക്ക് യൂസ് ചെയ്യാനുണ്ട് ഇക്വേഷൻ angle COB which is equal to angle OAC plus angle OCA. Reason exterior angle property. Okay, now angle COB is equal to OAC ഈക്വൽ ടു OCA നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. നമുക്ക് A അല്ലേ വേണ്ടത്? ദാറ്റ് മീൻസ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ OAC. OACയും OCയും ഈക്വൽ ആണ്. OAC എന്ന് എഴുതിയാലും OCA എന്ന് എഴുതിയാലും ഒരു വ്യത്യാസമില്ല. പക്ഷെ നമുക്കിവിടെ ആൻസറിൽ വേണ്ടത് A ആയതുകൊണ്ട് A വരുന്ന ആംഗിൾ മാത്രം ഞാൻ ചൂസ് ചെയ്യും. ഇസ് എഴുതാം നമുക്ക് ഫ്രം equation 1 angle COB which is equal to OAC plus OAC
ടു ആംഗിൾ ഒ എ സി. ഓക്കെ, രണ്ട് സൈഡും 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഹാഫ് ആംഗിൾ സി ഒ ബി which is equal to angle OAC. ഈ ഒ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ തന്നെയാണ്. ഒ എ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. therefore ആംഗിൾ എ ഈക്വൽ ടു ഹാഫ് ആംഗിൾ സി ഒ ബി. സോ ഒരു ഫിഗർ കൊണ്ട് മാത്രം ഒരു ചാപ്റ്ററിലാണെന്ന് പറയാൻ പറ്റില്ല. സർക്കിളാണ് തന്നിരിക്കുന്നത്, പക്ഷേ യൂസ് ചെയ്തിരിക്കുന്നത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് കൺസ്ട്രക്ട് ചെയ്തു. സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഒ എ ഒ സി ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിൽ ഒ എ ഒ സി ഈക്വൽ സൈഡുകളായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആയ ഒ എ സിയും ഒ സി എയും ഈക്വൽ ആണ്. ദെൻ യൂസിങ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി, ഒ എ സി പ്ലസ് ഒ സി എ ഈക്വൽ ടു ആംഗിൾ സി ഒ ബി. വെൻ റീപ്ലേസിങ് ഒ സി എ ബൈ ഒ എ സി, ബിക്കോസ് ഒ എ സിയും ഒ സി എയും രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒ എ സിക്ക് പകരം ഒ സി എന്നോ ഒ സി എക്ക് വരെ ഒ എ സി എന്നോ എഴുതാം. പക്ഷെ നമുക്ക് ആൻസറിൽ എ വരുന്നതുകൊണ്ട് രണ്ടിടത്തും ഒ എ സി എന്ന് കൊടുത്തു. ആംഗിൾ സി ഒ ബി ഈക്വൽ ടു 2 ആംഗിൾ ഒ എ സി. രണ്ടിടത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ആംഗിൾ സി ഒ ബി ഈക്വൽ ടു ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ സി തന്നെയാണ് ആംഗിൾ എ. therefore ആംഗിൾ എ ഈക്വൽ ടു ഹാഫ് ആംഗിൾ സി ഒ ബി. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാലും നമ്മൾ ഫിഗർ കൊണ്ട് മാത്രം ഒരു ചാപ്റ്ററിലാണ് ഉറപ്പിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എക്സ്ട്രാ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the sum of all sides of a triangle is greater than the twice of its median. It's an interesting question. നേരത്തെ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണത്. സോ ഏതൊരു ട്രയാങ്കിളിൻ്റെയും ജനറലായിട്ട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ട്രയാങ്കിളിൻ്റെയും 3 സൈഡിൻ്റെയും സമ്മ് അതിൻ്റെ മീഡിയൻ്റെ ടോയ്സിനേക്കാൾ, മീഡിയൻ്റെ ഡബിളിനേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും. നമുക്ക് വെറുതെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ടേക്ക് എ ട്രയാങ്കിൾ. So take the triangle this. എപ്പോഴും എടുക്കുന്നില്ല ട്രയാങ്കിൾ എ ബി സി ആൻഡ് ദ മീഡിയൻ എ ഡി. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഗ്രേറ്റർ ദാൻ 2 എ ഡി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ച ഒരു തിയറം ഉണ്ട്. The sum of 2 sides of a triangle is greater than the third side. ആ ഇൻഇക്വാളിറ്റി വെച്ചാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ 2 ട്രയാങ്കിൾ ഇട്ടിട്ടുണ്ട്, ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ എ ഡി സിയും. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജനറൽ കേസായിട്ട് ആ കാര്യം എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂഫ് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ജസ്റ്റ് നൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ബ്രാക്കറ്റിൽ അത് റീസൺ കൊടുക്കണ്ട. ഞാൻ അവിടെ എഴുതി വെക്കാം. Sum of 2 sides of triangle is greater than the third side. ഇത് നമ്മൾ ബ്രാക്കറ്റിൽ അത് നൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് തുടങ്ങിയാണ് ഇൻ ട്രയാങ്കിൾ എ ഡി ബി. ഇതൊക്കെ ട്രയാങ്കിൾ എ ഡി ബി. എ ബി പ്ലസ് ബി ഡി ഗ്രേറ്റർ ദാൻ എ ഡി. ഓക്കെ, ഇക്വേഷൻ ആണ് അല്ലേ? ഈ ട്രയാങ്കിളിൽ 2 സൈഡ് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതാണ്. നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് വരേണ്ടത് എന്താണെന്ന് ഓർക്കണം. റൈറ്റ് സൈഡ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ മീഡിയൻ ആണ്. നമുക്ക് മൊത്തത്തിൽ കിട്ടേണ്ടത് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഗ്രേറ്റർ ദാൻ 2 ടൈംസ് ഓഫ് എ ഡി. സോ എ ഡി റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ. നമുക്കല്ലാതെ എഴുതാം എ ബി പ്ലസ് എ ഡി ഗ്രേറ്റർ ദാൻ ബി ഡി എന്ന് എഴുതാൻ തെറ്റില്ല. പക്ഷെ നമുക്ക് റൈറ്റ് സൈഡ് കിട്ടുന്ന ആൻസർ എന്താണെന്ന് മൈൻഡ് വേണം. നെക്സ്റ്റ് in triangle ADC
AC plus DC greater than AD. Second case, രണ്ട് ട്രയാങ്കിളിലായിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ ചെയ്യുന്ന രീതി ആഡിങ് ഇക്വേഷൻ 1 and 2 ആൻഡ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആഡ് ചെയ്യുന്നറിയാം. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. AB പ്ലസ് BD പ്ലസ് DC പ്ലസ് AC. AC പ്ലസ് DC എന്നാണ് ഞാൻ തിരിച്ചു എഴുതുന്നത്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, ഒരു സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഈസ് ഗ്രേറ്റർ ദാൻ റൈറ്റ് സൈഡിൽ AD പ്ലസ് AD. സോ ദിസ് ഈസ് AB പ്ലസ് BD പ്ലസ് DC. എന്താണ് BD പ്ലസ് DC? BD പ്ലസ് DC, that means BC. BC plus AC greater than AD plus AD 2 AD. സോ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പ്രൂഫാണ് അല്ലേ? സോ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെ സം എപ്പോഴും അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഡബിളിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ ഓക്കെ നെക്സ്റ്റ്, ഷോ ദാറ്റ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ are together greater than twice of the median drawn to the third side. That means തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ഏത് ട്രയാങ്കിളിലെ 3 സൈഡിൻ്റെ സമ്മ് അതിൻ്റെ മീഡിയൻ്റെ ഡബിളിനേക്കാളും വലുതായിരിക്കും അല്ലേ? ഏത് ട്രയാങ്കിൾ ABC ആണെങ്കിൽ AB പ്ലസ് BC പ്ലസ് C, AB പ്ലസ് BC പ്ലസ് AC എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 2 AD ആണെന്നാണ് പ്രൂവ് ചെയ്തത്. 3 സൈഡ്, ഇവിടെ അങ്ങനെ പറയുന്നത് എനി 2 സൈഡ്സ് ഓഫ് ടുഗദർ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 സൈഡിൻ്റെ സം എടുത്താലും 2 സൈഡിൻ്റെ സമ്മ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ മീഡിയൻ ഡ്രാൻ ടു ദ തേർഡ് സൈഡ്. ദാറ്റ് മീൻസ് ഇവരിപ്പോൾ AB പ്ലസ് BC എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ട്വൈസ് ഓഫ് AD. സോ ഇപ്പോൾ ABC ആണെങ്കിൽ AB പ്ലസ് AC ഗ്രേറ്റർ ദാൻ AD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിൻ്റെ സമ്മ് അതിൻ്റെ മൂന്നാമത്തെ സൈഡായ BCയിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡിൻ്റെ മീഡിയൻ്റെ ഡബിളിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. മുമ്പ് ജനറൽ കേസാണ് പ്രൂവ് ചെയ്തത്. ഒരുപാട് കേസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എപ്പോഴും മീഡിയൻ്റെ സമ്മ് എല്ലാ മീഡിയൻ്റെ സമ്മിനേക്കാൾ ഗ്രേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളുടെയും സമ്മ് അതിലേക്ക് വരയ്ക്കുന്ന എല്ലാ ഓൾട്ടിറ്റ്യൂഡുകളുടെ സമ്മിനേക്കാളും ചെറുതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഞാൻ AD വരെയുള്ള ഫിഗർ ആയിരുന്നു, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് D to E ആൻഡ് ജോയിൻ C. കൺസ്ട്രക്ട് DE ആൻഡ് ജോയിൻ C to E. ഇത് ഫുൾ ഫിഗർ ആയി. നമുക്ക് 2 ട്രയാങ്കിൾ എടുക്കാം. ഈ 2 ട്രയാങ്കിൾ in triangle ADB and triangle CD. ഈ 2 ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യങ്ങൾ ഈക്വലായിട്ടുള്ള കാണുമല്ലോ. At first, considering these 2 triangles, so ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. കൺസ്ട്രക്ട് DE കൺസ്ട്രക്ട് ചെയ്യുന്നത് സച്ച് ദാറ്റ് AD ഈക്വൽ ടു DE. ADയും DE ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിലാണ് DE നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ TDE. ഫസ്റ്റ് വൺ AD ഈക്വൽ ടു DE. നമ്മുടെ കൺസ്ട്രക്ഷൻ angle ADB which is equal to angle CDE. Reason vertically opposite angle അല്ലേ? ഈ 2 ആംഗിൾ VOA നോർമലായിട്ട് എഴുതരുത്, എക്സാം എഴുതുമ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ തന്നെ എഴുതുക. നെക്സ്റ്റ് DD ഈക്വൽ ടു DC. ഗിവൺ എന്താണ് ഇവിടെ ഗിവൺ? BD ഈക്വൽ ടു DC ബിക്കോസ് AD എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയനാണ്.
എ ഡി മീഡിയൻ ആയതുകൊണ്ട് ബി ഡി ഈക്വൽ ടു ഡി സി. അപ്പം നമുക്ക് സൈഡ് ആംഗിൾ സൈഡ് SAS കോൺഫറൻസ് റൂൾ വെച്ച് therefore triangle ADB congruent triangle CDE SAS congruence rule. SAS congruence rule നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? നമുക്ക് ഇത് കോൺഗ്രന്റ് ആണ് നല്ല പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇതാണ് AB പ്ലസ് AC ഗ്രേറ്റർ ദാൻ 2AD അല്ലേ. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആയത് ഈ രണ്ട് സൈഡ്, ബാക്കി എല്ലാ സൈഡിൻ്റെ കാര്യം നമുക്കറിയാം. എ ബിയും ഇ സിയും തമ്മിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? Now AB equal to EC CPC because these two triangles are congruent, therefore the corresponding these two sides are equal. Okay, ഇനി consider this triangle ആ പാർട്ട് കഴിഞ്ഞു. ഇൻ ട്രയാങ്കിൾ AC AC എന്നുള്ള ട്രയാങ്കിൾ ഉണ്ടോ? അതിനകത്ത് AC പ്ലസ് EC ഗ്രേറ്റർ ദാൻ AE നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്താ റീസൺ? ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡിൻ്റെ സമ്മ് തേർഡ് സൈഡിനേക്കാൾ വലുതായിരിക്കും. AC പ്ലസ് ECക്ക് എന്തിന് ഈക്വൽ ആണോ നമുക്കറിയാം? AB ഗ്രേറ്റർ ദാൻ ADയും DEയും ഈക്വൽ അല്ലേ അല്ലേ? AE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് AE എന്താണെന്ന് നോക്കാം. അതെ, AE എന്ന് പറഞ്ഞാൽ AE എന്ന് പറയാൻ AD പ്ലസ് DE ആണ് അല്ലേ. AD പ്ലസ് DE ആണ്. AD പ്ലസ് DE ആണ് AE. That is equal to AE equal to AD plus and AD DE എന്താണ് ഈക്വൽ. രണ്ടിനും പകരം എന്ത് കൊടുത്തു? AD കൊടുത്തു. Therefore AE equal to 2AD. അപ്പോൾ ഇതിന് വരെ എന്ത് കൊടുക്കാം? 2AD. സോ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തില്ലേ? ABC എന്നുള്ള ട്രയാങ്കിളിൽ ACയും ABയും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മ് അതിൻ്റെ തേർഡ് സൈഡായ BCയിലേക്ക് വരയ്ക്കുന്ന മീഡിയനായ AD ഡബിളിനേക്കാളും വലുതായി. സോ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ ഒരുവിധം വലിയ ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay students, now we can conclude our section. We'll be see you on the next class with our next chapter. Thank you.